ഹലോ ഗൈസ്, അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ക്രിസ്മസ് വെക്കേഷനൊക്കെ തീരാറായി. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് ടൂറാണ് കേട്ടോ. ജനുവരി 2-നാണ് അവർ ടൂറ് പോകുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് ടാങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ടാങ്ക് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം അതൊരു ചുവ വരും, കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ടാങ്ക് കലക്കാനായിട്ട് ഞാനത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്തേക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ പേരയ്ക്കയൊക്കെ വയറിന് നല്ലതായതുകൊണ്ട് കൂടുതലും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ പേരയ്ക്ക, ഓറഞ്ച് അല്ലെങ്കിൽ മാതള നാരങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൊടുക്കുക. അപ്പോൾ ഇത് ഇച്ചിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിലാക്കി പുറത്തേക്ക് അതിൻ്റെ വെള്ളവും നീരൊക്കെ പോവാതിരിക്കാനായിട്ട് ഒരു കവറും കൂടി ഇട്ട് കെട്ടി വെച്ചാൽ സേഫായിട്ടിരിക്കും. പിന്നെ അവർ സിൽവർ സ്റ്റോമിലേക്കാണ് പോകുന്നത്. സിൽവർ സ്റ്റോമിൽ എന്താ പറയുക, പോകുമ്പോൾ ഡ്രസ്സൊക്കെ അവിടെ പാർക്കിൽ ഇറങ്ങാനായിട്ട് സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട്. കൂടാണ്ട് ഞാൻ അഡീഷണൽ വേറൊരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ നനഞ്ഞ ഡ്രസ്സ് ഇടാനായിട്ടൊരു കവറ്. പിന്നെ നല്ല തണുപ്പാണല്ലോ കാലത്ത് പോകുമ്പോഴും. പിന്നെ ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് ഒരു മഞ്ഞും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെവിയിൽ കാറ്റ് കയറാതിരിക്കാനായിട്ട് ആ സാധനം, നമ്മുടെ തണുപ്പ് കയറാതിരിക്കാൻ നമ്മൾ കട്ടപ്പനയിൽ ഇത്തവണ ക്രിസ്മസ് വെക്കേഷന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ കുഞ്ഞിയുടെ കളക്ഷനാണ് കേട്ടോ. അതായത് ടൂർ പോകുമ്പം ബന്ധുക്കാരും വീട്ടുകാരും ഒക്കെ പൈസ കൊടുക്കുമല്ലോ, അങ്ങനെ അവൾക്ക് കിട്ടിയിട്ടുള്ള, അവൾ കളക്ട് ചെയ്തിട്ടുള്ള പൈസയാണത്. അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ചിറ്റപ്പനും അപ്പച്ചിയും അപ്പൂപ്പനും ചിറ്റിയും എല്ലാവരും കൊച്ചച്ഛനും ഒക്കെ കൊടുത്തിട്ടുള്ള പൈസയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അവൾ എണ്ണി തിട്ടപ്പെടുത്തി ബാഗിൽ വെക്കുവാണ്. അവിടെ ഷോപ്പിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഞങ്ങൾ ഫില്ല് ചെയ്ത് വൊമിറ്റ് ചെയ്താലായിട്ട് ഉള്ള കവർ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കാലത്തെല്ലാം റെഡിയായി പ്രാർത്ഥിച്ച് ഇറങ്ങി. അപ്പോൾ ഞാനും അനുവേട്ടനും കൂടിയാണ് അവളെ കൊണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. വണ്ടി ഇതേ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഒരു 20 സീറ്റിൻ്റെ വലിയൊരു ട്രാവലറാണ്. ഇവരെല്ലാ വർഷവും ട്രാവലിന് പോകാനുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവർ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ വന്ന് ഓരോരോ കുട്ടികളുടെ എന്താ പറയുക, പേരൻസും എല്ലാവരും കൊണ്ടിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 4:50 ഇവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 4:30 ആകുമ്പോൾ സ്കൂളിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4:30 to 4:45 എല്ലാവരും എത്തി. 4:50 വണ്ടി പുറപ്പെട്ടു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടു. എന്തായാലും പിള്ളേർ പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. സിൽവർ സ്റ്റോം എന്ന് പറയുമ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായതും മറ്റേ വണ്ടർല പോലെയല്ല, കുട്ടികൾക്ക് കുറച്ചും കൂടെ റൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊന്നുമില്ല, സേഫാണ്. അതിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് ആ ഒരു കോമ്പൗണ്ട് വിട്ട് പോവാണ്ട് ഇരിക്കും. അപ്പോൾ എന്തായാലും പിള്ളേർ പോയി എൻജോയ് ചെയ്യട്ടെ. ഇനിയും നല്ല നല്ല മുഹൂർത്തങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇതേ അവരെടുത്തിട്ടുള്ള ഫോട്ടോസ് എനിക്ക് ടീച്ചേഴ്സ് അയച്ചു തന്നിട്ടുള്ളതാണ്, കുഞ്ഞിപ്പെണ്ണും ഫ്രണ്ട്സും ഒക്കെ കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.